നമസ്കാരം. പ്രധാന തലക്കെട്ടുകൾ നോക്കാം. തെരുവ് നായ കടിച്ച് ആദ്യം 3 ഡോസ് പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും വിഷബാധ സ്ഥിരീകരിച്ച 7 വയസ്സുകാരി മരിച്ചു. പത്തനാപുരം കുന്നിക്കോട് കിണറ്റിങ്കര ജാസ്മിൻ മൻസിലിൽ നിയ ഫൈസലാണ് മരിച്ചത്. തിരുവനന്തപുരം SAT ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. വാക്സിൻ എടുത്ത ശേഷവും രോഗം ബാധിച്ച് 1 മാസത്തിനിടെ 2 പെൺകുട്ടികൾ മരിച്ചതിന് പിന്നാലെയാണ് വീണ്ടും മരണം. ഏപ്രിൽ 8-നായിരുന്നു നായയുടെ കടിയേറ്റത്. ഇന്ത്യയുമായുള്ള വ്യാപാരത്തിന് നിരോധനം ഏർപ്പെടുത്തി പാകിസ്ഥാൻ. പാക് വാണിജ്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ സമുദ്ര, കര, വ്യോമ മാർഗമോ മൂന്നാമതൊരു രാജ്യം വഴിയോ പാകിസ്ഥാനിലേക്ക് ഇറക്കുമതി ചെയ്യരുതെന്ന് ഉത്തരവിൽ പറയുന്നു. മറ്റേതെങ്കിലും രാജ്യത്തു നിന്നുള്ള ഉൽപ്പന്നങ്ങൾ പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനും ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പാകിസ്ഥാൻ വഴി ഇറക്കുമതി ചെയ്യുന്നതിനും വിലക്കേർപ്പെടുത്തി. ഇന്ത്യയെ ആക്രമിക്കാൻ തുനിയുന്നവർക്ക് സൈന്യത്തോടൊപ്പം ചേർന്ന് തക്കതായ മറുപടി നൽകേണ്ട ഉത്തരവാദിത്വം പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ തനിക്കാണെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഡൽഹിയിൽ നടന്ന സംസ്കൃതി ജാഗരൺ മഹോത്സവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റാപ്പർ വേടൻ കഞ്ചാവ് കേസിൽ പ്രതിയായതിനു പിന്നാലെ ഒഴിവാക്കിയ പരിപാടി വീണ്ടും നടത്താൻ തീരുമാനം. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇടുക്കിയിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണി മേളയുടെ സമാപന ദിവസമായ തിങ്കളാഴ്ചയാണ് വേടന്റെ സംഗീത പരിപാടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെ വേടന് പിന്തുണയുമായി CPM, CPI സംസ്ഥാന സെക്രട്ടറിമാരും രംഗത്തെത്തി. വനം വകുപ്പ് ഇരട്ടത്താപ്പിന്റെ വകുപ്പാകാൻ പാടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ശബരിമല സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു മെയ് 18-ന് കേരളത്തിലെത്തും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. 18, 19 തീയതികളിൽ രാഷ്ട്രപതി കേരളത്തിലുണ്ടാവും. കോട്ടയം കുമരകത്താവും രാഷ്ട്രപതി തങ്ങുക. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ സംസ്ഥാന സർക്കാരിന് വിവരം ലഭിച്ചതായി സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. രാഷ്ട്രപതി സന്ദർശിക്കുന്ന ദിവസങ്ങളിൽ ശബരിമലയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാവും. ശബരിമലയിൽ എത്തുന്ന ആദ്യ രാഷ്ട്രപതി കൂടിയാണ് ദ്രൗപദി മുർമു.